തിരുമനസ് ഇദ്ദേഹം നമ്മുടെ വിജയൻ നായർ, നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി കൺവീനർ. അദ്ദേഹം തങ്ങളുടെ പുതിയ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് തിരുമനസിനെ ക്ഷണിക്കാൻ വന്നതാണ്. കൃത്യം 4:30 മണിക്ക് തന്നെ ചടങ്ങ് നടത്തിക്കൊടുക്കണം. ഈ മാന്യ വ്യക്തി സൈദു മുഹമ്മദ് മൗലവി തന്റെ പുതിയ മദ്രസയുടെ ഉദ്ഘാടനം തമ്പുരാനെ ക്ഷണിക്കാൻ വന്നതാണ്. അദ്ദേഹത്തിനും 4:30 മണിക്ക് തന്നെ ചടങ്ങ് നടത്തിക്കൊടുക്കണം. ഈ മാന്യ അദ്ദേഹം കർദിനാൾ തലച്ചെല്ലു താൻ പുതുതായി തുടങ്ങുന്ന മിഷൻ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് തമ്പുരാനെ ക്ഷണിക്കാൻ വന്നതാണ്. അദ്ദേഹത്തിനും 4:30 മണിക്ക് തന്നെ ചടങ്ങ് നടത്തിക്കൊടുക്കണം. അപ്പോൾ നാം കരുതിയത് ശരി തന്നെ. കേരളത്തിന് ഇങ്ങനൊരു ചൊവ്വാദോഷമോ? അങ്ങ് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലല്ലോ. വന്ദിപിതാവേ, തേരഹിന്റെ മകനായ അബ്രഹാം തന്റെ കൂട്ടും കുടുംബവും പരിവാരങ്ങളെയും കുലദൈവങ്ങളെയും വിട്ട് ഇറങ്ങി പുറപ്പെട്ടു. എന്ത് അന്വേഷിച്ചുകൊണ്ട്? സത്യ ഏകദൈവത്തെ അന്വേഷിച്ചുകൊണ്ട്. സത്യമല്ലയോ അഭിമന്യ മൗലവി? പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മണക്കാടുകളിൽ പോയി തപസ് ചെയ്ത് പ്രാർത്ഥിച്ച് നേടിയും തന്ന് നിങ്ങളെയും പഠിപ്പിച്ചത് സത്യ ഏകദൈവത്തെ ആരാധിക്കുവാനല്ലയോ? പ്രിയപ്പെട്ട വിജയ, വാത്സല്യ വിജയ, കേരളത്തിന്റെ തനിമ കാത്ത് സൂക്ഷിക്കുന്ന നമ്മുടെ ആദിശങ്കരൻ കൗമാരത്തിന്റെ പ്രാരംഭദശയിൽ തന്നെ സന്യാസത്തിന് വേണ്ടി ശാഠ്യം പിടിച്ച് ഹിമാലയത്തിന്റെ സാനുക്കളിൽ പോയി വർഷങ്ങളോളം തപസ് ചെയ്ത് തിരികെ വന്ന് നമ്മെ പഠിപ്പിച്ചത് അദ്വൈതമല്ലയോ? ശരിയാണ്. എന്താണ് ഈ അദ്വൈതം? അദ്വൈതം എന്നാൽ ദ്വൈതം പോലും അല്ലാത്തത്, രണ്ട് അല്ലാത്തത്, അതായത് ഏകദൈവം. അതാണ് ആ മഹാമനുഷ്യനും നമ്മെ പഠിപ്പിച്ചത്. നാം തമ്മിൽ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഒരുമിക്കുകയല്ലേ വേണ്ടത് എന്ന് നാം നിങ്ങളോട് ചോദിക്കുകയാണ്. നാം ഭരിച്ചിരുന്ന കാലത്ത് എല്ലാവരും ഒന്നുപോലെയായിരുന്നു. മഹാബലി നാട് ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം ഒന്നുപോലെയെന്ന് കവികൾ പോലും പാടിയിട്ടുണ്ടല്ലോ. അങ്ങ് എങ്ങനെയാണ് അത് സാധിച്ചെടുത്തത്? അതോ രസകരമായൊരു കഥയാണ്. നാം അത് പറയാം. ഉപേന്ദ്ര, തിരുമനസ് മഹാറാണി കടന്നു വരാൻ പറയൂ. ആരെവിടെ? മഹാറാണിയെ അന്തപുരത്തിൽ നിന്നും ഇങ്ങോട്ട് ആനയിച്ചാൽ. ഇത് മൂവരും ഓരോ പ്രശ്നങ്ങളുമായി ഇവിടെ വന്നിരിക്കുന്നു. ഇവർക്ക് മൂവർക്കും ഒരു കാര്യം ഒരേ സമയത്ത് നടത്തിക്കൊടുക്കണം. ഈ മാന്യ അദ്ദേഹം നമ്മോട് ചോദിച്ചിരിക്കുന്നു, നാം ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നുവെന്ന്. അതെങ്ങനെയായിരുന്നു മഹാറാണിയെ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അതിനു മുമ്പായി നാം മഹാറാണിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഇത് നമ്മുടെ പട്ടമഹിഷി വിന്ധ്യാവലി. മഹാറാണി അതെങ്ങനെയായിരുന്നുവെന്ന് ഇവർക്ക് ഒന്ന് വിളക്കമായി പറഞ്ഞു കൊടുക്കും. നമ്മുടെ ജനതയും ഒരേ മനസ്സോടെ ഏകദൈവത്തെ പ്രാർത്ഥിച്ചിരുന്നു. അത് കുറച്ചുകൂടി ലളിതമാക്കി ഇവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സാരാംശം അഥവാ അർത്ഥം എന്തായിരുന്നു? മഞ്ഞത്തുള്ളിയെ സൂര്യകിരണം കൊണ്ട് ഒരിക്കൽ കളയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ അന്ധകാരത്തെ നീക്കി ദൈവിക ജ്ഞാനമാകുന്ന വെളിച്ചത്തെ നൽകണമേ എന്ന. അഭിമന്യ പിതാവേ, ഈ പ്രാർത്ഥന എബ്രായ ഭാഷയിലോ ഗ്രീക്ക് ഭാഷയിലോ അരാമിക് ഭാഷയിലോ ഇതേ അർത്ഥം വരത്തക്കവണ്ണം പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ബഹുമാനപ്പെട്ട മൗലവി, ഈ അർത്ഥത്തിലുള്ള പ്രാർത്ഥന അറബിയിൽ പ്രാർത്ഥിക്കാൻ തെറ്റുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല.
വാത്സല്യ വിജയ, ഈ പ്രാർത്ഥന മലയാളത്തിലോ ഭാഷകളുടെ മാതാവായ ഭാരതീയ ഭാഷകളുടെ മാതാവായ സംസ്കൃതത്തിൽ പ്രാർത്ഥിച്ചാലോ തെറ്റുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു തരാം. നാമും നമ്മുടെ പട്ടമഹിഷിയും ഒരു കുടുംബം, ഒരു പുരുഷനും സ്ത്രീയും യോജിക്കുമ്പോൾ അതൊരു പൂർണ്ണ കുടുംബമാകുന്നു. ഞങ്ങൾ ഹൃദയത്തോട് ഹൃദയവും മനസ്സോട് മനസ്സും ചേർത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. എങ്ങനെയെന്നാൽ മലയാള ഭാഷയുടെയും ഭാരതീയ ഭാഷയുടെയും മാതാവായ സംസ്കൃതത്തിൽ തന്നെ ആ പ്രാർത്ഥന ഈ വണ്ണമായിരുന്നു: ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഇത്ര താഴ്മയുള്ള തിരുമേനിയാണ് അഹങ്കാരം കൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് ചിലർ പറയുന്നത്. നമ്മളും കേട്ടിട്ടുണ്ട്. ശരിയാണ്. മനുഷ്യൻ ദൈവം ഒരിക്കലും മനുഷ്യരാകേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ മനുഷ്യനിലും ദൈവാംശമുണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവമാകാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള മൂഢർ പറയുന്നതായ വചനങ്ങൾ കൊട്ടിഘോഷിക്കുവാൻ അവർക്ക് പിന്നിൽ ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ടായിരിക്കാം. നാം ഭരിച്ചിരുന്ന കാലത്തില്ല എങ്കിൽ ഇന്ന് നാം കാണുന്നു നമ്മുടെ മുമ്പിൽ മനുഷ്യ ദൈവങ്ങളുടെ ഒരു കൂട്ടം തന്നെയല്ലയോ? ഒരുത്തനുണ്ടാക്കുന്ന ദുഷ്പ്രവാദം പരത്തുവാൻ ആളുകളുണ്ട് അസഖ്യം എന്ന കവിവാക്യം ഇവിടെ അന്വർത്ഥമാകുന്നു. ഇത് തന്നെയാണ് വേറെ ഒരു ചൊവ്വാഘോഷം നാം ഇന്ന് കേരളത്തിൽ കാണുന്നത്. ഹേമവാമ്പായുടെയും മക്കളാണ് നാം തമ്മിൽ ഏകോദര സഹോദരങ്ങളെ പോലെ വേണം വർത്തിക്കുവാൻ. ശരിയാണെന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ സൗഹൃദം, ആ ബന്ധം എന്തുകൊണ്ട് ഇവിടെ നിന്നും ഇപ്പോൾ ആയിക്കൂടാ? നാം ഇപ്പോൾ ഇവിടെ നിന്നും മടങ്ങിപ്പോവുകയാണ്. നിങ്ങൾ തന്ന ഈ സ്നേഹനീയ വരവേൽപ്പിന് നാം എന്നും മനസ്സുകൊണ്ട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കണമെന്ന് നാം നിങ്ങളെ ഉദ്ഘോഷിപ്പിക്കുന്നു. തിരുമനസിനോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. പ്രവേശന കവാടം വരെ അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചാലും. ശരി പിതാവേ, അങ്ങനെയാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ॐ भूर्भुवस्वः तत्सवितुर्वरेण्यम् भर्गो देवस्य धीमहि
धियो यो नः प्रचोदयात्।